ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഗീ റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ഏലക്കായ്, 6 കറാമ്പൂവ്, 1 കഷ്ണം പട്ട, 1 തക്കോലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അരി മുഴുവനായിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 80% വേവായാൽ മതി. അപ്പം നമുക്ക് ചോറിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ്, ക്യാപ്സിക്കം, 1 ചെറിയ ഉള്ളി, കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കളറിലുള്ള ക്യാപ്സിക്കം മുളകാണ്. എല്ലാത്തിൻ്റെയും 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, 1/4 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഓട്ടപാത്രത്തിലേക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പം നമുക്ക് ചോറിലേക്കുള്ള വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ഏലക്കായ്, 1 പട്ടയുടെ കഷ്ണം, 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണയിലേക്ക് ബീൻസ്, ക്യാരറ്റ്, വലിയുള്ളി, ക്യാപ്സിക്കം ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തെടുക്കാം. ഈ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നമുക്കിതിനൊരു പ്രത്യേക രുചി കിട്ടുക. 1/4 കപ്പ് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചേർത്തെടുക്കാണ്ട്. ഇത് വഴറ്റിയപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഇതിലേക്കൊന്ന് വാട്ടി കൊടുക്കുമ്പോൾ നിങ്ങളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്താൽ മതി. വെജിറ്റബിൾ മുഴുവനായിട്ട് വേവിച്ചെടുക്കണ്ട, പകുതി വേവാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാ ഭാഗത്തും ആക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. അത് അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്കിതിന് കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വലിയുള്ളി ഒന്ന് പൊരിച്ച് കോരിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.